നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നമ്മുടെ ചട്ടിയിൽ തന്നെ മല്ലിയും പുതിനയിലയും സ്വന്തമായിട്ട് വീട്ടിൽ വളർത്തിയെടുത്താലോ എങ്ങനെയാണെന്നല്ലേ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി എടുത്ത് നോക്കട്ടോ. നമുക്ക് വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ കടയിൽ നിന്ന് വാങ്ങണ്ട കേട്ടോ. നല്ല മരുന്നടിക്കാത്ത മല്ലിയും പുതിന നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വീട്ടിൽ മല്ലി വാങ്ങുന്ന ടൈമിൽ നമ്മളതിൻ്റെ ആ അടിഭാഗം ആ വേര് വരുന്ന ഭാഗത്ത് നിന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നട്ട് നോക്കുക. നിങ്ങൾ ഏകദേശം ഒരാഴ്ചയോടെ നോക്കി നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു പുതിയ പുതിയ ലീഫുകൾ കിളുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ഫസ്റ്റത്തെ ആഴ്ച നിങ്ങൾ നട്ടു കൊടുക്കുമ്പം ആദ്യമേ തന്നെ വെള്ളം എടുത്ത് ഒഴിച്ച് ചീച്ച് കളയരുത് കേട്ടോ. ഫസ്റ്റത്തെ ആഴ്ച നിങ്ങൾ വെള്ളം ഒഴിക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു മല്ലിയുടെ ചുവയുള്ള തന്നെയാണ് നമ്മുടെ ചൈനീസ് മല്ലിയാണിത്. അപ്പോൾ ഈ ഒരു ചൈനീസ് മല്ലി നിങ്ങൾക്ക് വീട്ടിൽ നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് തന്നെ നമുക്ക് മല്ലി വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ നമ്മൾ ഈ ഒരു പുതിന വാങ്ങുമ്പോഴാണെങ്കിലും പുതിനയുടെ തണ്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു അര ഗ്ലാസ്സോളം വെള്ളത്തിൽ നമുക്ക് ഇതുപോലെ ഒരാഴ്ച ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. അപ്പോൾ വേര് പിടിച്ച് കഴിഞ്ഞപ്പോൾ നമുക്കത് മണ്ണിൽ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ നല്ല ഫ്രഷ് ലീഫുകൾ കിളുത്ത് വരും. പിന്നെ ഇതിൻ്റെ ചോട്ടിൽ നമുക്ക്